ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ്. അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ബ്രൗണിയെ അറിയാം. ഇത് ബ്രൗണിയാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബ്രൗണിയെ നമുക്ക് കിട്ടിയ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ബ്രൗണി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഓറഞ്ച് കാറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പൂച്ചക്കുട്ടിയാണ് നമ്മുടെ ബ്രൗണി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള ക്യാറ്റില്ല. പേർഷ്യൻ ക്യാറ്റ് സ്മോക്കി എന്ന് പറഞ്ഞൊരു ക്യാറ്റ് എനിക്കുള്ളതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിന് ഇരിക്കാൻ മനസ്സില്ല, കളിച്ച് നടക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പം ഉറങ്ങിക്കിടന്നു, അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്തരത്തിലുള്ള ക്യാറ്റ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്തരത്തിലൊരു ക്യാറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ അവരായി കളിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ അവരാ സൗഹൃദം നമ്മളോട് കാണിക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് കളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അവർ പ്ലേ ടൈം ആണെന്നുണ്ടെങ്കിൽ അവരവിടെ പോയിരുന്ന് സ്വന്തമായി ചിലപ്പോൾ വല്ല കുപ്പിയുടെ അടപ്പോ പ്രത്യേകിച്ച് ഒരു കളിപ്പാട്ടമൊക്കെ വേണമെന്നൊന്നുമില്ല. നമ്മളെവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് അവരുടെ പേര് വിളിക്കുകയാണെങ്കിൽ പോലും അവർ നമ്മളെ ആ സ്ഥലത്ത് വന്ന് സൗണ്ടിൻ്റെ ആ ഒരു ഇത് കേട്ടിട്ട് വന്ന് കണ്ടുപിടിക്കും. പിന്നെ ഇവർ ടാബി, മർമലൈഡ് ക്യാറ്റ്സ് എന്ന് ഇവരെ പറയാറുണ്ട്, ജിഞ്ചർ ക്യാറ്റ്സ് എന്ന് ഇവരെ പറയാറുണ്ടെന്നൊക്കെ ഞാൻ പല വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ബ്രൗണി വളർന്നു വന്നപ്പോൾ അത്തരത്തിലുള്ള ടാബി ക്യാറ്റ് പോലെ, ടാബി ക്യാറ്റ്സ് ഓറഞ്ച് ക്യാറ്റ്സിൽ പെടുന്ന ടാബി എന്ന് പറയുന്ന ശരീരം മുഴുവൻ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ ബ്രൗണിക്കുള്ളത്. അപ്പോൾ ഇത് ഓറഞ്ച് ക്യാറ്റ്സ് കൂടുതലും മെയിൽ ക്യാറ്റ്സ് ആവും എന്നൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതും ഒരു മെയിൽ ക്യാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസൊക്കെ നോക്കിക്കേ, ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഹ്യൂമൻ ബീങ്സുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു വിഭാഗം പൂച്ചക്കുട്ടികളിൽ ഒന്നാണ്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ ഇവർക്ക് ഉറക്കം വളരെ നിർബന്ധമാണ്. ഉറങ്ങുന്ന സമയത്ത് ആരും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരുടെ ചുണ്ടൊക്കെ എന്ന് പറയുന്ന ലിപ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റോസി ആയിട്ടുള്ള ലിപ്സാണ്. കാണാൻ ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്മാർട്ട്. അതുപോലെ എന്താ വാക്കുകൾ പറയാനില്ല. പിന്നെ ഇവർ കടിക്കുന്നതൊക്കെ നമുക്ക് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ഇവർ നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിക്ക് അവരെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവന് ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അവനെ താഴേക്ക് കളിക്കാൻ വിടുകയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രൗണിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർക്ക് ശരീരം മുഴുവൻ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വരുന്നത്, ചിലയിടത്തൊക്കെ ഈ കാലിക്കോ പാച്ചസ് പോലെ വരുന്ന അത്തരത്തിലുള്ള പൂച്ചകളും ഈ വിഭാഗത്തിൽ പെടുന്നതിലുണ്ടെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവരുടെ ഈ സൗഹൃദം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ നമ്മളടുത്തൊക്കെ മനുഷ്യൻ്റെ അടുത്തേ വന്ന് കിടക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ. ഒറ്റയ്ക്കൊന്നും പോയി ഒരിടത്തിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവർ കളിക്കുന്ന സമയത്ത് അവർ ഒറ്റയ്ക്ക് കളിക്കും. ചിലപ്പോൾ നമ്മളെ കൂടെ വന്ന് അങ്ങനെ കളിക്കും. പക്ഷേ എങ്ങനെയായാലും നമ്മൾ മനുഷ്യരുമായി അടുത്തിടപഴകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നത് തന്നെയാണ് ഈ ഓറഞ്ച് ക്യാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവരെന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം ഞാൻ ബ്രൗണിയെക്കുറിച്ചാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ഒരു ഓറഞ്ച് ക്യാറ്റിനെ ഞാൻ വളർത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പൂച്ചക്കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ജമ്പിങ് കപ്പാസിറ്റിയൊക്കെ നല്ല രീതിയിലാണ് ഇതിനുള്ളത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ ഇത് ചാടി നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുകയും അതുപോലെ ക്ലൈംബ് ചെയ്ത് പോകാനും ഒക്കെ പ്രത്യേക കഴിവാണ് ഇവർക്ക്. എനിക്ക് സ്മോക്കി എന്ന് പറഞ്ഞൊരു പേർഷ്യൻ ക്യാറ്റുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്വഭാവ രീതികളൊക്കെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ സ്വഭാവ രീതികളാണുള്ളത്. ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ ഫിഷും അതുപോലെ എഗ്ഗും ഒക്കെയാണ്. പിന്നെ ക്യാറ്റ് ഫുഡ് ഉണ്ടല്ലോ, അതും കൊടുക്കാറുണ്ട്. വീട്ടിലുപയോഗിക്കുന്ന മസാലകളെല്ലാം ഉപയോഗിച്ചുള്ള ഫുഡ് കൊടുക്കാറില്ല. അത് ഡോക്ടർ അങ്ങനെ നമ്മുടെ സ്മോക്കിക്ക് പോലും അങ്ങനെ കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറും മഞ്ഞപ്പൊടി ഇട്ട് മസാലയൊന്നും ചേർക്കാതെ അങ്ങനെയാണ് ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതാണ്, ഫിഷാണ്. അത് എൻ്റെ 2 പൂച്ചകൾക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുപോലുള്ള ഒരു ഫ്രണ്ട്ലി നേച്ചർ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊന്ന് ഷോപ്പിലൊക്കെ ആയാലും ഒന്ന് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് തന്നെ അവർ ഡിപ്രസ്ഡായി പോകും. കാരണം എപ്പോഴും നമ്മളുമായി അടുത്തിടപഴകുന്നത് കൊണ്ട് അവർക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാൽ അവർക്കൊരു പേഴ്സണൽ സ്പേസ് വേണമെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലത്തിരുന്ന്
ഉറങ്ങുകയോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ളവരാണ് ഇവർ. നമ്മൾ ഒരിക്കൽ അവർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ ബ്രൗണി പിന്നെ ഒരിക്കലും നമ്മൾ കഴിക്കുന്നിടത്ത് വന്നിരുന്ന് നോക്കി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ ഇവരുടെ ഈ നഖമൊക്കെ ഇങ്ങനെ കൂർത്ത നഖമൊന്നും ഞാൻ ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് കളയാറില്ല. കാരണം അത് അവരുടെ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് വെച്ചാണ് അവർ ഇരകളെയൊക്കെ ഹണ്ട് ചെയ്ത് പിടിക്കുന്നതും എവിടെയെങ്കിലും പിടിക്കുമ്പോൾ ഗ്രിപ്പ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിടുക മാത്രമേ ചെയ്യാറുള്ളൂ. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഈ പൂച്ചയുടെ മാന്തും കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ വയലൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെ ഒരിക്കലും നമ്മൾ പോയി എടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര സ്നേഹമാണെങ്കിലും അവർ ചിലപ്പോൾ മാന്തി എന്നൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ പൂച്ചകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കെയർ ചെയ്യുക. കാരണം അവർ കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാന്തുകയൊക്കെ ചെയ്താലോ. അപ്പോൾ പെറ്റ്സിനെ വളർത്തുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ട ഇമ്മ്യൂണൈസേഷൻ അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ നിർബന്ധമായി എടുത്തിരിക്കുക. നല്ല കരുതലോടും ശ്രദ്ധയോടും കൂടി നോക്കേണ്ട വിഭാഗത്തിൽപ്പെട്ടതാണ് പൂച്ചകൾ. ഒരിക്കലും പട്ടിയെപ്പോലുള്ള സ്വഭാവമല്ല പൂച്ചയ്ക്കുള്ളത്. പൂച്ച വളരെ സെൻസിറ്റീവാണ്. പട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് കമാൻഡ്സൊക്കെ അനുസരിക്കുന്ന ഒരു ആനിമലാണ്. പക്ഷേ പൂച്ച അത്തരത്തിലല്ല. അപ്പോൾ കഴിവതും സോഫ്റ്റായി തന്നെ നമ്മുടെ പൂച്ചകളോട് പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെറ്റ്സിനെ വളർത്തുന്ന ഓരോ വ്യക്തിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും അതുപോലെ തന്നെ കടപ്പാടും അതുപോലെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓറഞ്ച് കാറ്റ്സ് ഉള്ളത് എന്നുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ലവ് യു ഓൾ. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.